ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. വാണിയത്തുശ്ശേരി മനയിലെ യക്ഷി എന്ന ഈ കഥയുടെ ഒന്നാം ഭാഗത്തിന് ഒരു 500 ലൈക്കെങ്കിലും കിട്ടണമെന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കേൾവിക്കാർ ഏറെ ഉണ്ടായിരുന്നെങ്കിലും വളരെ കുറച്ചു പേർ മാത്രമേ ലൈക്ക് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചുള്ളൂ. എന്തായാലും ലൈക്ക് ചെയ്തവരെ നിരാശപ്പെടുത്തരുതല്ലോ. രണ്ടാം ഭാഗം അപ്ലോഡ് ചെയ്യുവാൻ പതിവിൽ ഞാൻ താമസിച്ചു. കൂട്ടുകാരനോട് ക്ഷമിക്കണേ. ഇനി ഈ കഥയുടെ ഒന്നാം ഭാഗം കേൾക്കാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്നാം ഭാഗം കേൾക്കാവുന്നതാണ്. എന്നാൽ ഇനി കഥ പറയുകയാണ്. കേട്ടതൊന്നും വിശ്വസിക്കുവാനാവാതെ ആദിദേവ് നടുങ്ങി വിറച്ചു നിൽക്കുകയാണ്. ഞാൻ കണ്ടത് പാർവതിയെയല്ല, അവളുടെ അതേ മുഖഛായയുള്ള അവളുടെ ഇരട്ട സഹോദരിയായ ദേവികയാണ്. മരിച്ചുപോയവർ തിരിച്ചു വരുമോ? മനുഷ്യൻ മരിക്കുന്നതോടെ മണ്ണോട് ചേരുന്നു എന്ന് വിശ്വസിക്കുന്നവനാണ് താൻ. പക്ഷേ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മനുഷ്യൻ മരിച്ചാലും സോൾ എന്ന എനർജി ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന്. അതിൽ അസഹനീയമായ പീഡകൾ അനുഭവിച്ചവരുടെയും ദുർമരണപ്പെട്ടവരുടെയും ആത്മാക്കൾ മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുന്നുവെന്നും കേട്ടിട്ടുണ്ട്. താൻ ഇതുവരെയും വിശ്വസിക്കാത്ത ആ കാര്യമാണ് സത്യത്തിൽ താനിപ്പോൾ അനുഭവിച്ചറിഞ്ഞത്. നീ എന്താ ആലോചിക്കുന്നത്? നടത്തം നിർത്തി ആലോചനയിൽ മുഴുകിയ ആദിദേവിനോട് പ്രഭാകരൻ നായർ അല്പം ഉച്ചത്തിൽ ചോദിച്ചു. ഉള്ളിലെ ഭയം മുഖത്ത് കാണിക്കാതെ ആദി തിടുക്കത്തിൽ അയാളോടൊപ്പം നടന്നു. എന്തായാലും ഇന്ന് ഞാൻ നിന്റെ കൂടെ കിടക്കാം. നീ ഭയന്നിരിക്കുകയല്ലേ? സത്യത്തിൽ ആദിയേക്കാൾ കൂടുതൽ പ്രഭാകരൻ നായരാണ് ഭയന്നത്. ആദിക്കത് മനസ്സിലായെങ്കിലും അവൻ പറഞ്ഞു, അത് നല്ല കാര്യമാണ്. ചേട്ടനിന്ന് എൻ്റെ കൂടെ കിടന്നാൽ മതി. പ്രഭാകരൻ നായർക്ക് ആകെ ഒരു ആശ്വാസം തോന്നി. ചുറ്റുകോവണി കയറി ഇരുവരും മുറിയിലെത്തിയ ഉടനെ വാതിലടച്ചു. താൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ തൻ്റെ അറിവിനും അപ്പുറമാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ തൻ്റെ മനസ്സിൽ പതിഞ്ഞുപോയ ദേവികയുടെ മുഖം പുകമഞ്ഞു പോലെ അവ്യക്തമാകാൻ തുടങ്ങിയിരിക്കുന്നു. അവളുടെ ആ മുഖം വീണ്ടും വീണ്ടും കാണണമെന്ന ഒറ്റ ചിന്തയിലാണ് താൻ ഇവിടെ എത്തിയത് തന്നെ. പക്ഷേ ദേവികയെക്കുറിച്ചുള്ള ചിന്തകൾ ആദിയിൽ വല്ലാത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി. പ്രഭാകരൻ നായർ നാമം ചൊല്ലുകയാണ്. പുറത്തെ ഇരുട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അയാളുടെ നാമം ചൊല്ലലിൻ്റെ ശബ്ദം ഉച്ചത്തിലായി. ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രഭാകരൻ നായർ നാമം ചൊല്ലൽ നിർത്തി കട്ടിൽ കൂണിക്കൂടി കിടന്നു. ദേവിക എങ്ങനെയാ മരിച്ചത്? എൻ്റെ ആ ചോദ്യം കേട്ട് ആ മനുഷ്യൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ഇന്നെനിക്കിനി ഉറക്കം വരില്ല. ഈയിടെയായി ദേവിക കുഞ്ഞിനെപ്പറ്റി ഓർക്കാത്ത നിമിഷങ്ങൾ വളരെ കുറവാ. കുഞ്ഞെങ്ങനെയാ മരിച്ചതെന്ന് ആർക്കും അറിയില്ല. ആദി സംശയത്തോടെ പ്രഭാകരൻ നായരുടെ മുഖത്തേക്ക് നോക്കി. കുറച്ചു സമയത്തേക്ക് അയാൾ നിശബ്ദനായി എന്തൊക്കെയോ ചിന്തിച്ചു. പിന്നീട് ആദിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ദേവികയും പാർവതിയും ഇരട്ടക്കുട്ടികളായിരുന്നു. ഒരേ അച്ചിൽ വാർത്തതുപോലെ ആയിരുന്നു രണ്ടാളുടെയും രൂപവും മുഖഛായയും. രൂപം ഒരേപോലെ ആയിരുന്നെങ്കിലും രണ്ടുപേരുടെയും സ്വഭാവം പകലും രാവും പോലെ വ്യത്യസ്തമായിരുന്നു. ദേവിക കുഞ്ഞിൻ്റെ മുഖത്ത് സദാസമയവും ഒരു ചിരിയുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പ്രവചനാതീതമായിരുന്നു. എന്നാൽ പാർവതി, ആ കുട്ടി അല്പം മുൻഷുണ്ടിക്കാരിയാ. എന്നാലും ശുദ്ധ പാവമാകട്ടോ. കാണാൻ ചന്തമേറിയതിനാൽ പ്രായം 18 ഇരുവർക്കും വിവാഹാലോചനയും വന്നു തുടങ്ങി. ആദ്യം ദേവിക കുഞ്ഞ് വിവാഹത്തിനോട് എതിർപ്പ് കാണിച്ചെങ്കിലും അങ്ങ് തെക്കുള്ള ചിറ്റാഴിക്കര മനയിൽ നിന്ന് ഒരാലോചന വന്നപ്പോൾ
കുഞ്ഞ് പതിവ് പോലെ ഒരിഷ്ടമില്ലായ്മ കാണിച്ചു. പക്ഷേ അവിടുത്തെ പയ്യൻ കുഞ്ഞിനെ വന്ന് കണ്ടപ്പോഴേക്കും ആ ഇഷ്ടമില്ലായ്മ അങ്ങ് മാറിപ്പോയി. പയ്യന്റെ പേര് ഗിരിധറെന്നായിരുന്നു. +2 കഴിഞ്ഞും പാർവതി പഠിത്തം തുടർന്നു. ദേവികയ്ക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് വൈദ്യനാഥൻ നമ്പൂതിരി ഒട്ടും താമസിയാതെ തന്നെ ദേവികയുടെ വേലി നടത്തി. വേലി കഴിഞ്ഞ് 4 തവണ കുഞ്ഞിവിടെ വന്നുപോയി. പിന്നെ കേട്ടത് കുഞ്ഞിൻ്റെ മരണവാർത്തയായിരുന്നു. 5-6 മാസം മാത്രമാണ് ദേവിക ഗിരിധരൻ്റെ കൂടെ താമസിച്ചത്. പ്രഭാകരൻ നായർ എന്തൊക്കെയോ ആലോചനയിൽ മുഴുകി. പിന്നീട് അയാൾ പറഞ്ഞു, കിടപ്പുമുറിയിൽ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന അവിടെയുള്ളവർ ഇവിടെ അറിയിച്ചത്. മരിച്ച സമയത്ത് കുഞ്ഞ് 2 മാസം ഗർഭിണിയായിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞു. ഈ ഗിരിധർ ആളെങ്ങനെയായിരുന്നു? ഓ, ആ പയ്യനൊരു പാവമായിരുന്നു. ദേവിക കുഞ്ഞ് മരിച്ചെങ്കിലും പലപ്പോഴും ഇവിടേക്ക് വരാറുണ്ട്. കഴിഞ്ഞ 2 മാസമായിട്ട് പാർവതിയിൽ ചില ഭാവവ്യത്യാസമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രൂപം ദേവികയുടേതുപോലെയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ദേവികയെപ്പോലെ സംസാരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പാർവതിക്കുഞ്ഞിന് ഇതിനെപ്പറ്റി ഒരോർമ്മയുമില്ല. പേര് കേട്ട ഒരു ജ്യോത്സ്യനെ വിളിച്ച് വൈദ്യനാഥൻ നമ്പൂതിരി പ്രശ്നം വെച്ച് നോക്കി. ദേവികയുടെ ബാധാഉപദ്രവമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിനർത്ഥം ദേവികയുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല എന്നാണല്ലോ. എൻ്റെ ആ ചോദ്യം കേട്ട് പ്രഭാകരൻ നായർ പറഞ്ഞു, മരിച്ച സമയത്ത് കുഞ്ഞ് ഗർഭിണിയായിരുന്നല്ലോ. അതിനാൽ യക്ഷീഭാവത്തിലേക്കാണ് ദേവികയുടെ ആത്മാവ് മാറിയിരിക്കുന്നത്. പല വഴിപാടുകളും നമ്പൂതിരി ചെയ്തു. പൂജാതികർമ്മങ്ങൾ പലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ബാധാദോഷം വിട്ടു മാറിയിട്ടില്ലെന്നാ അറിയാൻ കഴിഞ്ഞത്. മുറിക്ക് പുറത്തുനിന്ന് എന്തോ വലിയൊരു ശബ്ദം കേട്ട് ആദിയും പ്രഭാകരൻ നായരും ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. രണ്ടാളും പരസ്പരം നോക്കി. ആദി മുറി തുറന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ പ്രഭാകരൻ നായർ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഈ രാത്രി സമയത്ത് മനയുടെ പുറത്തേക്ക് പോകണ്ട. ഇരട്ടിയാൽ പിന്നെ ഇങ്ങനെ പല ശബ്ദങ്ങളും കേട്ടെന്ന് വരും. അതൊന്നും ശ്രദ്ധിക്കേണ്ട, അതാ നല്ലത്. മുറിയിലെ ലൈറ്റ് അണക്കാൻ പ്രഭാകരൻ നായർ സമ്മതിച്ചില്ല. അയാൾ നാമം ചൊല്ലി ചൊല്ലി ഉറങ്ങിപ്പോയി. പക്ഷേ ഉറക്കം വരാതെ ആദിദേവ് അയാളുടെ അടുത്ത് തന്നെ കിടന്നു. എന്നാലും മരിച്ചുപോയ ദേവിക എൻ്റെ മുന്നിൽ വന്നത് എന്തിനായിരിക്കും അവൾ എന്നെ ഇവിടെ എത്തിച്ചത്? എത്രയൊക്കെ ആലോചിച്ചിട്ടും ആദിക്ക് അതിനുള്ള ഉത്തരം ലഭിച്ചില്ല. തലക്ക് മീതെ തെളിഞ്ഞു കിടക്കുന്ന ബൾബിൻ്റെ വെട്ടമുള്ളതിനാൽ ആദിക്ക് ഉറക്കം വന്നതേയില്ല. പ്രഭാകരൻ നായർ നല്ല ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. അവൻ ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം വീണ്ടും കിടന്നു. തുറന്നു കിടക്കുന്ന ജനലിലൂടെ പുറത്തു നിൽക്കുന്ന മരങ്ങളുടെ നിഴലനക്കം ഭിത്തിയിൽ തട്ടുന്നുണ്ട്. സമയം അങ്ങനെ കടന്നുപോയപ്പോൾ ആദി ഉറക്കമായി. മണികർണികാഘാട്ടിലെ കത്തിയിരിയുന്ന ചിതകളും അതിനിടയിൽ ധ്യാനത്തിലിരിക്കുന്ന അഘോരി ബാബയെയും ആദി സ്വപ്നത്തിൽ കണ്ട് ഞെട്ടിയുണർന്നു. വല്ലാത്ത ദാഹം തോന്നിയവൻ ബെഡിൽ നിന്ന് എണീറ്റ് മേശക്കരികിലേക്ക് നടന്നു. ജഗ്ഗിലെ വെള്ളം പകുതിയോളം ആദി ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. ആ സമയം പ്രഭാകരൻ നായർ തല ചൊറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്ന് വീണ്ടും ഉറക്കമായി. ഉറക്കം നഷ്ടപ്പെട്ട ആദി ജനലിനരികിൽ വന്ന് പുറത്തേക്ക് നോക്കി നിന്നു. ഒരു രാത്രിമഴയുടെ മുന്നൊരുക്കമെന്നോണം പുറത്തുനിന്ന് ഒരു തണുത്ത കാറ്റ് ജനലിലൂടെ അകത്തേക്ക് വീശിയെത്തി. തൊടിയിൽ നിൽക്കുന്ന ഉയർന്ന മരച്ചില്ലകളിൽ രാത്രി പക്ഷികളുടെ ചിറകടിയും കുറുകലും കേൾക്കുന്നുണ്ടായിരുന്നു. ഉത്തരങ്ങൾ കണ്ടെത്താനാവാത്ത ഒരുപാട് ചോദ്യങ്ങൾ ആദിയെ ശല്യപ്പെടുത്തി തുടങ്ങിയപ്പോഴേക്കും അവൻ വിദൂരതയിലേക്ക് നോക്കി ഏറെ നേരം നിന്നു.
ആ സമയം താഴെ വാതിൽ തുറക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ആ പഴയ വാതിലിന്റെ ശബ്ദം. ദേവികയുടെ മുറിയിലെ ചിത്രപ്പണികളുള്ള ആ പഴയ വാതിൽ തുറക്കുന്ന ശബ്ദമായിരുന്നു അത്. ആദി പെട്ടെന്ന് തന്നെ തന്റെ മുറിയിൽ നിന്ന് താഴേക്കിറങ്ങിച്ചെന്നു. ഗോവണി ഇറങ്ങുന്ന നേരത്ത് തന്നെ അവൻ കേട്ടു ദേവികയുടെ മുറിയുടെ അടുത്ത് തന്നെയുള്ള ആട്ടുകട്ടിലിന്റെ ശബ്ദം. ആ ആട്ടുകട്ടിൽ മുന്നോട്ടും പിന്നോട്ടുമായി പതിയെ ആടുന്നുണ്ട്. ആ ഭാഗത്തെ ലൈറ്റുകൾ തെളിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഒരരണ്ട വെളിച്ചം അവിടെയുണ്ടായിരുന്നു. പടിയിറങ്ങി വന്ന ആദി പകുതിക്ക് നടത്തം നിർത്തി. ഹാളിലെ ആ ആട്ടുകെട്ടിന്റെ ഒരു സൈഡിൽ ആരോ ഇരുന്നാടുകയാണ്. മുഖം വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. മെല്ലെ മെല്ലെ ആദി ഗോവണിയുടെ ഓരോ പടികളും ഇറങ്ങിച്ചെന്നു. ആ സമയത്ത് പാളി വീണ് മിന്നൽ പിണറിന്റെ വെട്ടത്തിൽ ആട്ടുകെട്ടിലിന്റെ അറ്റത്തിരുന്ന് ആടിക്കൊണ്ടിരുന്ന ആ ആളിന്റെ മുഖം ഞാൻ കണ്ടു. ഹർഷസുന്ദരി എന്ന ധർമ്മശാലയിൽ വെച്ച് എന്റെ മനസ്സിലുടക്കിയ ആ മുഖം. എന്റെ കാലുകൾ വിറച്ചു തുടങ്ങി. നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഗോവണിയുടെ കൈവരിയിൽ അമർത്തിപ്പിടിച്ചു. എന്നിട്ടും ഭയത്താൽ എന്റെ ചുവട് പിഴച്ച് ഞാൻ താഴേക്ക് വീണു. കൈകാലുകൾക്ക് ചെറിയൊരു വേദന തോന്നിയെങ്കിലും നിലത്തെ തറയിൽ നിന്ന് ഞാൻ തിടുക്കത്തിലെണീറ്റു. ആട്ടുകട്ടിലിന്റെ ചലനം അപ്പോഴും നിലച്ചിട്ടില്ലായിരുന്നു. മരിച്ചു മണ്ണോടടിഞ്ഞ ദേവികയാണോ എന്റെ മുന്നിൽ നിൽക്കുന്നത്, അതോ മുൻചുണ്ടിക്കാരിയായ പാർവതിയോ? സംശയിച്ചു നിന്ന എന്നെ നോക്കി ആ സ്ത്രീരൂപം മെല്ലെ ചിരിച്ചു. പാർവതി. ഭയത്തോടെയാണെങ്കിലും ഞാൻ വിറച്ച് വിറച്ച് ആ പേര് വിളിച്ചു. അവളുടെ ആ ചിരി അപ്പോഴും ആ മുഖത്തു നിന്ന് മാഞ്ഞിരുന്നില്ല. പെടുന്നനെ അവൾ ആട്ടുകട്ടിൽ നിന്ന് എണീറ്റു എന്റെ അരികിലേക്ക് വന്നു. അവൾ നടക്കുകയാണോ അതോ ഒഴുകി നീങ്ങുകയാണോ എന്ന് ഞാൻ സംശയിച്ചു. അവൾ അടുത്തേക്ക് വരുന്തോറും വല്ലാത്തൊരു തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. പാർവതി, തനിക്കുറക്കമില്ലേ? ഞാൻ ഒരു വിധത്തിലാണ് ആ ചോദ്യം ചോദിച്ചത്. അവളിൽ നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല. പിന്നീട് അവൾ തിരിഞ്ഞു നടന്നു. നീലൻ കസവ് പാവാടത്തുമ്പ് നിലത്തിരച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ഭയത്തോടെയാണെങ്കിലും ഞാനും അവളുടെ പിന്നാലെ ചെന്നു. രാത്രിയുടെ ആ നിശബ്ദതയിൽ അവളുടെ പാദസരക്കിലൊക്കെ മാത്രം കേൾക്കാമായിരുന്നു. അടഞ്ഞുകിടന്ന ഒരു മുറിക്ക് മുന്നിൽ ചെന്ന് അവൾ നിന്നു. ശേഷം ആ വാതിൽപ്പടിയിൽ ചാരി അവൾ ആ മുറിക്ക് മുന്നിലിരുന്നു. ആ സമയത്തും അവളുടെ നോട്ടം എന്റെ മുഖത്തേക്ക് മാത്രമായിരുന്നു. പാർവതി എന്നെ ഭയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ ചോദ്യം കേട്ട് അവൾ ചിരിച്ചു. ആ ചിരി പോലും എന്നിലെ ഭയത്തെ ആളെ കത്തിച്ചു. അരണ്ട വെളിച്ചത്തിലും അവളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമായിരുന്നു. വാതിൽപ്പാളിയിൽ ചാരിയിരുന്ന അവളുടെ ചുരുളൻ മുടിയിഴകൾ നിലത്തെ തറയിൽ ചുരുണ്ടു കൂടിക്കിടന്നു. എന്റെ നോട്ടം ആ നീലൻ മുടിയിഴകളിലേക്ക് നീണ്ടു ചെന്നു. ആ മുടിയിഴകളിൽ തഴുകിക്കൊണ്ടിരുന്ന അവളുടെ വിരലുകളിലെ നീണ്ട കൂർത്ത നഖങ്ങൾ കണ്ട് എന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഞാൻ പോലും അറിയാതെ ഒരു പേരുയർന്നു. ദേവിക. അതോടെ എന്റെ മുന്നിലെ ആ സ്ത്രീരൂപം ഒരു പുകമഞ്ഞ് പോലെ നേർത്തില്ലാതെയായി. പൊടുന്നനെ അടഞ്ഞുകിടന്ന ആ മുറിയുടെ കതക് മലർക്കി തുറന്നു നിന്നു. ഈ അസമയത്ത്
എൻ്റെ മുറിയുടെ വാതിക്കൽ വന്ന് താൻ എന്തിനാ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത്? ആ മുറി തുറന്ന് പുറത്തേക്ക് വന്നത് പാർവതിയായിരുന്നു. അപ്പോൾ മാത്രമാണ് അത് പാർവതിയുടെ മുറിയാണെന്ന് ഞാൻ അറിഞ്ഞത്. ഇവിടെ ദേവികയുണ്ടായിരുന്നു. ഞാൻ അവളോട് സംസാരിക്കുകയായിരുന്നു. പാർവതിയുടെ മുഖത്ത് അപ്പോൾ വല്ലാത്ത ദേഷ്യമാണ് ഞാൻ കണ്ടത്. അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി വാതിൽ വലിച്ചടച്ചു. ഞാൻ ആകെ വല്ലാതെയായി. നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. തിരിച്ചു മുറിയിലെത്തിയപ്പോഴും പ്രഭാകരൻ നായർ ഉണർന്നിട്ടില്ലായിരുന്നു. അടുത്ത ദിവസം ഞാൻ നേരം പുലർന്നപ്പോൾ തന്നെ എൻ്റെ ബാഗ് പാക്ക് ചെയ്തു. ഇങ്ങോട്ട് പോന്നപ്പോൾ എന്തെല്ലാം മോഹങ്ങളായിരുന്നു മനസ്സിൽ. ആദ്യമായി കണ്ടിഷ്ടമായ പെൺകുട്ടിയോട് മനസ്സിൽ തോന്നിയ പ്രണയം തുറന്നു പറയണമെന്ന് വിചാരിച്ചോടി വന്നതാണ്. ആർക്കറിയാമായിരുന്നു ഇതൊരു ഭാർഗവി നിലയമാണെന്ന്. അപ്പോഴേക്കും പ്രഭാകരൻ നായർ അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, വൈദ്യനാഥൻ നമ്പൂതിരി ഇനി ഉമ്മറത്തേക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ നീ ഇന്നലെ ദേവിക കുഞ്ഞിൻ്റെ ഭർത്താവിനെ പറ്റി അന്വേഷിച്ചിരുന്നില്ലേ? ആളെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സംശയത്തോടെ പ്രഭാകരൻ നായരെ നോക്കി. ഞാൻ ഗിരിധരെക്കുറിച്ചാണ് പറഞ്ഞത്. ഓ, എനിക്കാരെയും കാണണ്ട. ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അതെന്താ ഇപ്പോൾ അങ്ങനെ? പിന്നെ എനിക്ക് തിരിച്ചു പോകണ്ടായോ? എന്തായാലും നീ ഉമ്മറത്തേക്ക് ചെല്ല്. ഞാൻ ബാഗ് മുറിയിൽ വെച്ചിട്ട് ഉമ്മറത്തേക്ക് ചെന്നു. എൻ്റെ പുറകെ തന്നെ കാര്യസ്ഥനും അവിടേക്ക് വന്നു. എന്നെ കണ്ടപ്പോഴേ വൈദ്യനാഥൻ നമ്പൂതിരി മുന്നിലിരുന്ന സുന്ദരനായ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇതാ ഞാൻ പറഞ്ഞ കക്ഷി. അങ്ങ് കാശിയിലെ ആ ധർമ്മശാലയിൽ വെച്ച് ഇയാൾ ദേവികയെ കണ്ടു എന്നാ പറയുന്നത്. മരിച്ചുപോയ എൻ്റെ കുഞ്ഞ് ഇയാളുടെ മുന്നിൽ എന്തിനാണാവോ വന്നത്? ഞാൻ ഗിരിധരനെ ഒന്ന് നോക്കി ചിരിച്ചു. ശേഷം നമ്പൂതിരിയോടായി പറഞ്ഞു, ഞാനിന്ന് മടങ്ങുകയാണ്. വൈദ്യനാഥൻ നമ്പൂതിരി എൻ്റെ മുഖത്തേക്ക് ഒന്ന് തറപ്പിച്ചു നോക്കി. ശേഷം അയാൾ എന്നോടായി പറഞ്ഞു, അത് പറ്റില്ല. ഇയാൾ ഒന്ന് സഹകരിക്കണം. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടേ. ദേവിക ഒരു പരിചയവുമില്ലാത്ത തൻ്റെ മുന്നിൽ എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് എനിക്കറിയണം. ദയവായി കുറച്ച് സമയം താൻ എനിക്ക് തരണം. നമ്പൂതിരിപ്പാടിൻ്റെ വാക്കിന് മുന്നിൽ ഞാൻ നിസ്സഹായനായി. അച്ഛൻ നമ്പൂതിരി പറഞ്ഞതല്ലേ, താൻ 2 ദിവസം കൂടി ഇവിടെ നിൽക്ക്. ഗിരിധർ അങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ സമ്മതമെന്ന വണ്ണം സോഫയിൽ ചെന്നിരുന്നു. അതോടെ നമ്പൂതിരിപ്പാടിൻ്റെ മുഖം തെളിഞ്ഞു. താൻ ദേവികയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയമായിരുന്നു. കാരണം അവളുടെ ഭർത്താവായ എൻ്റെ മുന്നിൽ ഒരിക്കൽ പോലും അവൾ വന്നിട്ടില്ല. ആ സമയത്താണ് പാർവതി അവിടേക്ക് ചായയുമായി വന്നത്. അവളെ കണ്ടപ്പോൾ ഗിരിധരൻ്റെ മുഖം തെളിഞ്ഞു. ട്രേ ടേബിളിൽ വെച്ചതിന് ശേഷം പാർവതി ഉമ്മറത്ത് നിന്ന് തിടുക്കത്തിലകത്തേക്ക് നടന്നു. അല്പനേരത്തെ സംസാരത്തിന് ശേഷം ഞാനും എൻ്റെ മുറിയിലേക്ക് തിരിച്ചു നടന്നു. നേരം വൈകിയിട്ടും ഗിരിധരൻ്റെ കാർ മുറ്റത്ത് തന്നെ പാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഗിരിധർ ഇന്ന് തിരിച്ചു പോകുന്നില്ല എന്ന്. ഓർക്കാൻ പല കാര്യങ്ങളും ഉണ്ടായിരുന്നതിനാൽ ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. കഥകിലെ മുട്ടുവിളിയാണ് എന്നെ ചിന്തകളിൽ നിന്നുണർത്തിയത്. പുറത്ത് പ്രഭാകരൻ നായരായിരുന്നു. മടക്കിയ പുതപ്പും കക്ഷത്തിൽ വെച്ച് അയാളുടെ ചിരിച്ചുകൊണ്ടുള്ള നിൽപ്പ് കണ്ടപ്പോഴേ അയാൾ ഇന്നും എൻ്റെ കൂട്ടത്തിൽ കിടക്കുവാനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായി. ഹോ, ചേട്ടനിത് പതിവാക്കണ്ട. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകും. അപ്പോൾ പിന്നെ ആരുടെ കൂടെ കിടക്കും? അത് അപ്പോഴത്തെ കാര്യമല്ലേ. നീ വന്ന് കിടക്കാൻ നോക്ക്. പ്രഭാകരൻ നായർ വന്നയുടനെ കിടക്കയിലേക്ക് ചാഞ്ഞു. അയാളുടെ അടുത്ത് വന്നപ്പോഴേക്കും നല്ല മുന്തിയിനം മദ്യത്തിൻ്റെ സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. ഇന്ന് ചേട്ടൻ നന്നായിട്ട് മിനുങ്ങിയിട്ടുണ്ടല്ലോ. എൻ്റെ ചോദ്യം കേട്ട് പ്രഭാകരൻ നായർ ഒരു മൂളിപ്പാട്ട് പാടാൻ തുടങ്ങി. കുറച്ചുനേരം അയാളുടെ ആ പാട്ട് തുടർന്നു. പിന്നീട് പാട്ട് നിർത്തി അയാൾ പറഞ്ഞു, ഇരുട്ടി തുടങ്ങിയാൽ ഈ ഭാർഗവി നിലയത്തിൽ സ്വബോധത്തോടെ നിൽക്കാൻ വലിയ പ്രയാസമാണ്. ഇത് ഗിരിക്കുഞ്ഞ് എനിക്ക് സമ്മാനിച്ചതാണ്.
പ്രഭാകരൻ നായർ മടിശീലയിൽ നിന്ന് ഒരു ചെറിയ മദ്യക്കുപ്പി ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഗിരിധർ മദ്യപിക്കുമോ? എൻ്റെ ആ ചോദ്യത്തിന് പ്രഭാകരൻ നായർ പറഞ്ഞു, ചെറുതായിട്ട്. ഇത്ര ചെറുപ്പത്തിലെ ആ കുഞ്ഞിൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടില്ലേ, അതുകൊണ്ട് കുടിക്കുന്നതായിരിക്കും. വർത്തമാനത്തിനിടയിലും പ്രഭാകരൻ നായർ വെള്ളം തൊടാതെ കുപ്പിയിലെ മദ്യം പകുതിയും അകത്താക്കി കിടക്കയിലേക്ക് വീണു. നിമിഷ നേരം കൊണ്ട് അയാൾ ഗാഢമായ ഉറക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. ഇരുട്ടിന് കട്ടി കൂടിക്കൂടി വന്നു. ആകാശത്തെ നക്ഷത്രങ്ങൾ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു. കാതെടുപ്പിക്കുന്ന ഒരു ഇടിശബ്ദം കേട്ട് ഞാൻ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. മഴയ്ക്കുള്ള ലക്ഷണമാണ്. തുറന്നിട്ട ജനൽപ്പാളികൾ ശക്തമായ കാറ്റിൽ കൊട്ടിയടക്കുന്നുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നൽ വെളിച്ചത്തിൽ ഞാൻ തിടുക്കത്തിൽ ബെഡിൽ നിന്ന് എണീറ്റ് ജനലടച്ച് തിരിഞ്ഞതും അടഞ്ഞുകിടന്ന കതകിന് ചാരെ ഒരാൾ രൂപം വടിപ്പോൾ അങ്ങനെ നിൽക്കുന്നു. ഒരു നിമിഷത്തേക്ക് എൻ്റെ നെഞ്ചിടിപ്പ് നിശ്ചലമായി. പുകമറ പോലെ മാഞ്ഞു പോകുവാൻ ശക്തിയുള്ള ദേവികയുടെ രൂപമാണിതെന്ന് അതിൻ്റെ കണ്ണിലെ തിളക്കം കണ്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എൻ്റെ ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരേക്കും വൈദ്യുത പ്രവാഹം ഏറ്റതുപോലൊരു വിറവലുണ്ടായി. ആ സമയം അടഞ്ഞ വാതിൽ താനേ തുറന്നു. ദേവികയുടെ രൂപം പുറത്തേക്ക് നടന്നു. എൻ്റെ കാലുകളും ആ രൂപത്തിൻ്റെ പിന്നാലെ നടന്നു നീങ്ങി. ഗോവണി ഇറങ്ങി അത് താഴത്തെ ഹാളിലേക്ക് നടന്നു. ആ രൂപം അവിടെയുള്ള ആട്ടുകെട്ടിൽ ചെന്ന് ഇരിപ്പുറപ്പിച്ചു. ആ സമയം അവളുടെ നോട്ടം ഹാളിന് വടക്ക് ഭാഗത്തോട് ചേർന്നുള്ള മറ്റൊരു മുറിയിലേക്കായിരുന്നു. ആ മുറിയിൽ നിന്ന് ആരോ പിറുപിറുക്കുന്നത് പോലെയുള്ള ഒരുതരം ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അടുത്ത നിമിഷം ആ ഹാളിൻ്റെ അടുത്ത് തന്നെയുള്ള പാർവതിയുടെ മുറിയുടെ കതക് മലർക്കെ തുറക്കപ്പെട്ടു. പാർവതി മെല്ലെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി നടന്നു. എന്നെ കണ്ടിട്ടും അവൾ നിന്നതേയില്ല. പാർവതി തിടുക്കത്തോടെ നടന്നു നീങ്ങിയത് ആ പിറുപിറുക്കുന്ന ശബ്ദങ്ങൾ ഉയർന്നു കേട്ട മുറിക്കടുത്തേക്കാണ്. അവളുടെ നടപ്പും ഭാവവും കണ്ടപ്പോഴേ ഞാനൊരു കാര്യം മനസ്സിലാക്കി. അവൾ സുബോധത്തോടെയല്ല മുന്നോട്ട് നടന്നു നീങ്ങിയതെന്ന്. നിമിഷ നേരം കൊണ്ട് ആ മുറിയുടെ വാതിലും തുറക്കപ്പെട്ടു. ആ മുറിയിൽ നിന്ന് ഗിരിധർ പുറത്തേക്കിറങ്ങി വന്നു. അയാൾ ഒരു നീളൻ കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു തൂണിന് മറയിൽ ഒളിച്ചു. പിന്നിലെ ആട്ടുകെട്ടിലിന്റെ ചലനം നിലച്ചു. അതിലിരുന്ന ആളും എവിടെയോ അപ്രത്യക്ഷമായി. പാർവതി ഒരു ശില പോലെ അനക്കമറ്റ് നിൽക്കുകയാണ്. കണ്ണുകൾ തുറന്ന് അവൾ നിന്നുറങ്ങുകയാണോ എന്ന് ഞാൻ സംശയിച്ചു. അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അവളെ കണ്ട് ഗിരിധർ ഉറക്കെ ചിരിച്ചു. പുറത്തു പെയ്യുന്ന ശക്തമായ മഴയുടെ ഒച്ചയിൽ അയാളുടെ ചിരിശബ്ദം ഉറങ്ങിക്കിടക്കുന്ന മറ്റാരും കേൾക്കാൻ തരമില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. പാർവതി, എത്രയോ നാളുകളായി ഞാൻ ഈ നിമിഷത്തിനായി കാത്തിരുന്നു. ഗിരിധർ നിർത്താതെ പറയുകയായിരുന്നു. സ്വബോധത്തോടെ നീ ഒരിക്കലും എൻ്റേതാകില്ല എന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. ഈ രാത്രി എൻ്റേതാണ്. നീ എൻ്റേതാകുന്ന രാത്രി. ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ടതും നിന്നെയാണ്. ആരെയും മയക്കുന്ന നിന്റെ നടനവും കേൾക്കാൻ ഇമ്പമുള്ള നിന്റെ ഗാനങ്ങളുമാണ് എന്നെ ഏറെ ആകർഷിച്ചത്. പക്ഷേ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എനിക്ക് നിന്റെ ഇരട്ട സഹോദരിയായ ദേവികയെ വിവാഹം കഴിക്കേണ്ടി വന്നു. അവൾക്ക് നിന്റെ രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അതുല്യമായ ഒരു കഴിവുകളും അവൾക്കില്ലായിരുന്നു. എന്ത് ചെയ്യാം, വിവാഹശേഷമാണ് ഞാൻ ഇതെല്ലാം തിരിച്ചറിഞ്ഞത്. പല പ്രാവശ്യം ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ദേവികയുമായി
ഇവിടേക്ക് വന്നപ്പോഴെല്ലാം അവളുടെ സന്തോഷത്തിന് വേണ്ടി നീ അവളുടെ മുന്നിൽ ആടി. നിന്റെ ആട്ടവും പാട്ടും എൻ്റെ മനസ്സിനെ കീഴടക്കി. പിന്നെ കടിഞ്ഞാണില്ലാത്തൊരു കുതിരയെപ്പോലെ എൻ്റെ മനസ്സ് പായുകയായിരുന്നു. നിന്റെ സഹോദരി ദേവികയോടൊത്ത് ശയിക്കുമ്പോൾ പോലും അത് നീയാണെന്ന് ഞാൻ മനസ്സിൽ സങ്കല്പിക്കുമായിരുന്നു. എനിക്ക് നിന്നെയാണ് വേണ്ടിയിരുന്നത്. അതിന് തടസ്സമായിരുന്നത് ദേവിക മാത്രമായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ അത്രയും മനസ്സിൽ അടക്കി പിടിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അതാ ആർക്കും ഒരു സംശയമില്ലാതെ ഞാൻ അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയത്. ഞാൻ ആരാധിക്കുന്ന ശക്തികൾ അതിനെന്നെ സഹായിച്ചു. പാവം, ഭയന്ന് ഭയന്ന് നെഞ്ചു പൊട്ടിയാണ് അവൾ മരിച്ചത്. അവൾ മരിച്ചപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത് അവൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുകയായിരുന്നു എന്ന്. ഒരു കണക്കിന് ആ കുഞ്ഞും ഈ ഭൂമിയിൽ പിറന്നു വീഴാഞ്ഞത് നന്നായി. എൻ്റെ സങ്കടവും വിഷമവും കണ്ട് നിന്റെ അച്ഛൻ നമ്പൂതിരിയുടെ മനസ്സ് ഇളകിയിട്ടുണ്ട്. ഭാര്യ മരിച്ചുപോയ പാവം ഒരു ചെറുപ്പക്കാരനല്ലേ ഞാൻ. അങ്ങേര് എനിക്ക് നിന്നെ വിവാഹം കഴിപ്പിച്ചു തരും. നിന്നെ വശീകരിക്കാനുള്ള തന്ത്രവും മന്ത്രവും ഞാൻ വശത്താക്കിയിട്ടുണ്ട്. ആ വിദ്യ ഉപയോഗിച്ചത് കൊണ്ടാ മുൻഷുണ്ടിക്കാരിയായ നിന്നെ ഞാനിങ്ങനെ എൻ്റെ മുന്നിലെത്തിച്ചത്. ഗിരിധർ ആർത്തിയോടെ പാർവതിയുടെ ശരീരഭംഗി ആസ്വദിക്കാൻ തുടങ്ങി. എൻ്റെ മനസ്സിലെ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. ദേവികയുടെ കൊലപാതകിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അല്ല, അവൾ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇതിനാണോ അവൾ എൻ്റെ പിന്നാലെ കൂടിയത്? ഗിരിധർ പാർവതിയുടെ കയ്യിൽ കടന്നു പിടിച്ച് അകത്തേക്ക് പോകാൻ ഒരുങ്ങവേ ഞാൻ തൂണിന് മറയിൽ നിന്ന് വേഗം അവൻ്റെ മുന്നിലേക്ക് ചെന്നു. എൻ്റെ വരവും മുഖഭാവവും കണ്ടപ്പോൾ തന്നെ ഞാൻ എല്ലാം കേട്ടു എന്നും എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞുവെന്നും അവൻ മനസ്സിലാക്കി. ഞാൻ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു, നീ അവളുടെ കയ്യിൽ നിന്ന് വിട്. പക്ഷേ ഗിരിധറിന് പിന്മാറാൻ ഉദ്ദേശമില്ലായിരുന്നു. നീ ഇവിടെ ആളാകാൻ നോക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് മടങ്ങിപ്പോകില്ല. ആ കിളവൻ നമ്പൂതിരിയെ വിളിച്ച് ഇവിടേക്ക് കൊണ്ടുവരാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ അവളെ ഉപദ്രവിക്കാൻ തുനിഞ്ഞെന്ന് ഞാൻ അയാളോട് പറയും. ഞാൻ പറഞ്ഞാൽ അയാളത് വിശ്വസിക്കും. എൻ്റെ കണ്ണുകൾ മിഴിഞ്ഞപ്പോൾ പാർവതി അപ്പോഴും ശില പോലെ നിൽക്കുകയാണ്. അവനവൻ്റെ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ച് അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ മഹാദേവനെ മനസ്സിൽ സ്മരിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച ആ നിമിഷം ഹാളിലെ ആട്ടുകട്ടിൽ ശക്തമായി ആടിത്തുടങ്ങി. ഒരു ചിരി ആ 4 ചുമരുകൾക്കുള്ളിൽ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ആട്ടുകെട്ടിന്റെ ഓരത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു നീല വെളിച്ചം പ്രത്യക്ഷമായി. നക്ഷത്രപ്പൊട്ട് പോലെ മിന്നിത്തിളങ്ങിയ ആ ചെറിയ ഗോളം ഒരു സ്ത്രീരൂപമായി മാറി. ദേവിക. ഗിരിധറിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. എനിക്ക് ദേവികയെ കാണാവുന്നതുപോലെ തന്നെ ഗിരിധറിനും അവളെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ദേവിക ഗിരിധറിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ വശത്താക്കിയ മന്ത്രതന്ത്രങ്ങളുടെ ശക്തിയാൽ നീ എന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി. ഊണിലും ഉറക്കത്തിലും എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ദുരാത്മാക്കളുടെ പിന്നിലും നിന്റെ കൈകളാണെന്ന് ഞാൻ അറിഞ്ഞു. നിന്റെ നാവിൽ നിന്ന് തന്നെ ഞാൻ അതറിയുകയും ചെയ്തു. തിന്മയ്ക്കൊരിക്കലും നന്മയെ തോൽപ്പിക്കാൻ കഴിയില്ല. എൻ്റെ സഹോദരിയുടെ മേൽ നീ പ്രയോഗിച്ചിരിക്കുന്ന തന്ത്രപ്രയോഗത്തിൽ നിന്ന് അവളെ രക്ഷിക്കുവാൻ ഇവന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇവനെ എത്തിച്ചത്. നിന്റെ വശീകരണ തന്ത്രം തകർക്കുവാൻ ഭൈരവ ഭക്തനായ അഘോരിക്കറിയാം. പാർവതിയെ അദ്ദേഹത്തിനരിയിലെത്തിക്കാൻ ഇവന് കഴിയും. ദേവികയുടെ രൂപത്തിന് തിളക്കമേറി വന്നു. ഭയാനകമായ ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി.
ഞാൻ 2 കൈകൾ കൊണ്ടും എൻ്റെ ചെവി പൊത്തി. പുറത്തു പെയ്തുകൊണ്ടിരുന്ന മഴയ്ക്ക് ശക്തി ആർജിച്ചു. മുറിയിൽ നിറഞ്ഞു നിന്ന നീല വെളിച്ചത്തിൻ്റെ തീഷ്ണതയിൽ എനിക്ക് കണ്ണു തുറക്കാനായില്ല. ഗിരിധർ ആ മുറി വിട്ട് പുറത്തേക്ക് ഓടിയിറങ്ങി. കാതടിപ്പിക്കുന്ന ഒരു ഇടിനാദത്തിനോടൊപ്പം ഒരു മിന്നൽ പിണരും മുറ്റത്തേക്ക് പാളി വീണു. അതേ തുടർന്ന് വേദന കലർന്ന ഒരലർച്ച മാത്രമേ ഞാൻ കേട്ടുള്ളൂ. വാണിയത്തുശ്ശേരി മനയുടെ തൊടിയിൽ നിന്ന ഒരു തൈത്തെങ്ങ് നെടുകെ പിളർന്ന് നിന്ന് കത്തിയതോടെ മനയിലുള്ള എല്ലാവരും ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് പുറത്തേക്ക് പാഞ്ഞു. മിന്നലേറ്റ് പാതി വെന്ത് കത്തിയ ഗിരിധറിന്റെ ശരീരം കണ്ട് വൈദ്യനാഥൻ നമ്പൂതിരി അലമുറയിട്ട് കരഞ്ഞു. ഇത്രയൊക്കെ സംഭവവികാസങ്ങൾ നടന്നിട്ടും പാർവതിയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ഗിരിധറിന്റെ ബന്ധുക്കൾ അയാളുടെ ഡെഡ് ബോഡിയുമായി അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു. ഒട്ടും താമസിയാതെ തന്നെ ഞാൻ എല്ലാ കാര്യവും വൈദ്യനാഥൻ നമ്പൂതിരിയെ പറഞ്ഞു ധരിപ്പിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നമ്പൂതിരി അന്തിച്ചിരുന്നു പോയി. പക്ഷേ ഗിരിധർ ഉപയോഗിച്ച മുറിയിൽ നിന്ന് ആഭിചാരകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില സാധന സാമഗ്രികൾ കണ്ടുകിട്ടിയതോടെ നമ്പൂതിരിക്ക് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വാസമായി. പിന്നെ ഒട്ടും താമസിയാതെ തന്നെ ഞാനും വൈദ്യനാഥൻ നമ്പൂതിരിയും മഹാദേവന്റെ മണ്ണായ വാരണാസിയിലേക്ക് യാത്രയായി. കൂട്ടത്തിൽ പാർവതിയും. ഗിരിധർ അവൾ എന്ത് തന്ത്രപ്രയോഗമാണ് പ്രയോഗിച്ചതെന്ന് എനിക്കറിയില്ല. ചലിക്കുന്ന ഒരു ശവം കണക്കെയായിരുന്നു പാർവതിയുടെ പെരുമാറ്റം. അവളുടെ ആ അവസ്ഥയും വൈദ്യനാഥൻ നമ്പൂതിരിയുടെ പദം പറഞ്ഞുള്ള കരച്ചിലും എന്നെ ആകെ വിഷമിപ്പിച്ചു. അതിനാൽ സമയം ഒട്ടും കളയാതെ തന്നെ ഞങ്ങൾ ഇരുവരും പാർവതിയെയും കൂട്ടി മണികർണിക ഘാട്ടിലേക്കാണ് ആദ്യം പോയത്. സദാസമയവും ചിതകൾ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന പുകച്ചുരുളുകൾ വട്ടം ചുറ്റുന്ന ആ മഹാശ്മശാനത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ തന്നെ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ദേഹമാസകലം വിഭൂതി വാരിപ്പൂച്ചിയ ആ അഘോരി സന്യാസി എൻ്റെ അരികിലേക്ക് നടന്നെടുത്തു. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു മഹാദേവൻ നിന്നെ ഇവിടെ എത്തിക്കുമെന്ന്. നിന്നെ ഇവിടെ എത്തിച്ചതിന് പിന്നിൽ ലക്ഷ്യങ്ങൾ 2 ഉണ്ട്. അങ്ങേയറ്റം മാനസിക പീഡ ഏറ്റുവാങ്ങിയ ഒരാത്മാവിൻ്റെ മോക്ഷം. മറ്റൊന്ന്, നീ ഇവിടെ എത്തിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരു കൂട്ടം ദുരാത്മാക്കളുടെ നിയന്ത്രണത്തിൽ നിന്ന് ഇവളുടെ മോചനം. ആ അഘോരി സന്യാസിയുടെ ഓരോ വാക്കുകളും എന്നിൽ ആശ്ചര്യമുണ്ടാക്കി. ഞാൻ പോലും അറിയാതെ ഇക്കാര്യങ്ങൾക്കെല്ലാം ഞാനൊരു നിമിത്തമാകുകയാണല്ലോ എന്നറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ മഹാദേവനോടുള്ള ഭക്തി കടലോളമായി. മഹാശ്മശാനത്തിൻ്റെ ഒരറ്റത്തിരുന്ന് ആ അഘോരി ബാബ മന്ത്രങ്ങൾ ചൊല്ലാൻ ആരംഭിച്ചു. ചുറ്റും കത്തിയെരിയുന്ന ചിതകളിൽ നിന്നുള്ള ചൂടും പുകയുമേറ്റ് ഞാൻ ആകെ അസ്വസ്ഥനായി. പക്ഷേ ആ അസഹനീയമായ താപമേറ്റും സന്യാസി ശ്രേഷ്ഠൻ മന്ത്രോച്ചാരണം മുടക്കം കൂടാതെ തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രധ്വനികൾക്കിടയിൽ ദേവികയുടെ നാമവും നാളും ഞാൻ കേട്ടു. അഘോരി ബാബയുടെ നിർദ്ദേശപ്രകാരം വൈദ്യനാഥൻ നമ്പൂതിരി ദേവികയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി ബലിതർപ്പണം നടത്തി. ഗംഗയിൽ സ്നാനം ചെയ്ത് മടങ്ങി വന്നു. വീണ്ടും ചിതാഗ്നിയുടെ പ്രകാശം മാത്രമുള്ള മണികർണിക ഘാട്ടിന്റെ ഒരു ഭാഗത്തിരുന്ന് അഘോരി സന്യാസി മന്ത്രോച്ചാരണങ്ങൾ തുടർന്നു. എന്തുകൊണ്ടോ എൻ്റെ മനസ്സിലെ ഭയവും എവിടെയോ പോയി മറഞ്ഞു. ജീവിതത്തിൻ്റെ അവസാനമല്ല മരണമെന്നും മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ടെന്ന് ഞാനെപ്പോൾ തിരിച്ചറിഞ്ഞു. മന്ത്രധ്വനികൾ മുഴങ്ങിക്കൊണ്ടിരുന്ന ആ പരിസരത്ത് ഞാനൊരു കാഴ്ച കണ്ടു. ഒരു നീല വെളിച്ചം അഘോരി ബാബയുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെ തോന്നിച്ച ആ വെളിച്ചം മെല്ലെ മെല്ലെ വലുതായി വന്നു. ഞാൻ എൻ്റെ അടുത്തിരുന്ന വൈദ്യനാഥൻ നമ്പൂതിരിയെ നോക്കി. അദ്ദേഹം കണ്ണടച്ചിരിക്കുകയാണ്. പാർവതിയും അതേ രീതിയിൽ സന്യാസിയുടെ മുന്നിൽ ഇരിപ്പുണ്ട്. നോക്കി നിൽക്കെ
നീലവെളിച്ചം മേലേക്ക് ഉയർന്നു വന്നു. ആ നീലപ്രകാശത്തിനുള്ളിൽ ഞാൻ ദേവികയുടെ മുഖം കണ്ടു. ശാന്തസുന്ദരമായ മുഖം. നിമിഷ നേരം കൊണ്ട് എരിഞ്ഞു തീർന്ന ഓരോരോ ചിതയിൽ നിന്നും ഓരോ നീല പുട്ടുവെളിച്ചം മേലേക്ക് ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. ആ പ്രകാശപ്പൊട്ടുകളിൽ ഒരെണ്ണം മാത്രമായി ദേവികയുടെ മുഖവും എൻ്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞുപോയി. ഞാൻ അറിയാതെ തന്നെ എൻ്റെ നാവ് ശിവമന്ത്രം ഉരുവിടാൻ തുടങ്ങി. മന്ത്രോച്ചാരണങ്ങൾക്കൊടുവിൽ അഘോരി ബാബ കണ്ണടച്ച് മുന്നിലിരുന്ന പാർവതിയുടെ നെറ്റിത്തടത്തിൽ വിഭൂതി വാരിച്ചാർത്തി. അവൾ കരയുകയായിരുന്നു. വിങ്ങിപ്പൊട്ടിയുള്ള ആ കരച്ചിലിനവസാനം അവളുടെ നാവിലും ശിവമന്ത്രമുയർന്നു. ഒടുവിൽ സന്യാസിയുടെ കൈത്തലങ്ങൾ അവളുടെ നെറുകയിൽ പതിഞ്ഞു. ഉച്ചത്തിലുള്ള മന്ത്രധ്വനികൾ ഉയർന്നതോടെ പാർവതിയിൽ ഒരു വിറവലുണ്ടായി. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ ഇരുന്നിടത്ത് തന്നെ ബോധമറ്റു വീണു. പ്രഭാതത്തോടടുത്തപ്പോഴാണ് ഞങ്ങൾ മൂവരും മണികർണികാഘാട്ടിൽ നിന്ന് മടങ്ങിയത്. ഗിരിധരന്റെ മന്ത്രപ്രയോഗത്തിൽ നിന്ന് പാർവതി അപ്പോൾ തീർത്തും സ്വതന്ത്രയായി കഴിഞ്ഞിരുന്നു. ഹർഷസുന്ദരി എന്ന ആ ധർമ്മശാലയിൽ വൈദ്യനാഥൻ നമ്പൂതിരിയും പാർവതിയും ഒരാഴ്ച തങ്ങാൻ തീരുമാനിച്ചു. ദശാശ്വമേധ ഘാട്ടിലെ ഗംഗാ ആരതി കണ്ട് കാശി മഹാദേവന്റെ ദർശനം 7 ദിവസം നടത്തണമെന്ന് പാർവതിക്ക് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഇരുവരും അവിടെ ഒരാഴ്ച താമസിക്കുവാൻ തീരുമാനിച്ചത്. മുൻഷുണ്ടിക്കാരിയായ പാർവതി എന്നെ കാണുമ്പോൾ ചിരിക്കുവാനും സംസാരിക്കുവാനും തുടങ്ങി. അവളുടെ ആ ദേഷ്യം എവിടെയോ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. തീർത്തും സൗമ്യമായ പെരുമാറ്റം. ഓരോ ദിവസം കഴിയുന്തോറും അവളും ഞാനുമായുള്ള അകലം കുറഞ്ഞു വന്നു. ആദ്യമായി ഈ ധർമ്മശാലയിൽ ഞാൻ കണ്ട ദേവികയുടെ രൂപം ഞാനും പാർവതിയും ഒന്നിക്കാൻ ഒരു നിമിത്തമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. 7-ാം ദിവസം ഞാൻ പാർവതിയുടെയും വൈദ്യനാഥൻ നമ്പൂതിരിയുടെയും ഒപ്പം ഗംഗാ ആരതി കണ്ടു. ആ ദിവസം അവൾ നാട്ടിലേക്ക് മടങ്ങുമല്ലോ എന്നോർത്തപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചു. പക്ഷേ വൈദ്യനാഥൻ നമ്പൂതിരി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒഴുകുന്ന ഗംഗയെ സാക്ഷിയാക്കി പാർവതിയുടെ കൈകൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മഹാദേവനാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത്. ദേവികയുടെ ആത്മാവും നിങ്ങൾ ഒന്നിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം, നിന്നേക്കാൾ യോജിച്ച ഒരു പുരുഷനെയും എനിക്ക് പാർവതിക്കായി കണ്ടുപിടിക്കാൻ കഴിയില്ല. പാർവതി നിന്റെ അരികിൽ സുരക്ഷിതമായിരിക്കും. ഈ ഭൂമിയിൽ എവിടെ ജീവിച്ചാലും ഓരോരുത്തർക്കായിട്ടുള്ള ഇണയെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അവർ തമ്മിലേ ഒന്നിക്കൂ. ശിവനെയും പാർവതിയെയും പോലെ നിങ്ങളും ഒരുമിച്ച് ജീവിക്കണം. ആ സമയത്ത് ആകാശത്ത് തെളിഞ്ഞു വന്ന നീലനക്ഷത്രം ദേവികയാണെന്ന് എനിക്കപ്പോൾ തോന്നി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ആ നിമിഷത്തിന് പവിത്രമായ ഗംഗാനദി സാക്ഷിയായി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ആ വിരലുയർത്തി ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താട്ടെ. മടിച്ചു നിൽക്കണ്ട, നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾക്ക് മാത്രമേ അത് സാധിക്കൂ. മടി കാണിക്കണ്ട കേട്ടോ. ഒട്ടും ഛേദമില്ലാത്ത ഒരു ഉപകാരം മാത്രമാ ഒരു ലൈക്ക് തരിക എന്നത്. അത് തരാൻ കൂടി ഇത്ര ഉഴപ്പിയാൽ എന്നെപ്പോലുള്ളവരെ പിന്നെ ആരാ സപ്പോർട്ട് ചെയ്യുക? അപ്പോൾ ലൈക്ക് ചെയ്തല്ലോ അല്ലേ? നിങ്ങൾക്ക് അതിന് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്നാൽ ഇന്നത്തേക്ക് വിടാം. അടുത്ത കഥയുമായി ഞാൻ വേഗം വരാം.